നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉരുളക്കിഴങ്ങും മുട്ടയും ചേർന്നുള്ളൊരു കറിയാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഉരുളക്കിഴങ്ങ് മുട്ടക്കറിക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ 2 മീഡിയം ഉരുളക്കിഴങ്ങെടുത്ത് ഈ കനത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ 3 മുട്ട പുഴുങ്ങിയത് നടുകെ കീറി ഇട്ടിട്ടുണ്ട്. ഇത് മസാല പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കീറിയിട്ടേക്കുന്നത്. അതിൽ ഒരു വലിയ സവാള ഈ രീതിയിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മളൊരു 2.5 കപ്പ് തേങ്ങ എടുത്ത് അതിൻ്റെ 1/4 പാലാണിത്. പിന്നെ 2-3 പാല്. ഇത് നമുക്ക് കറി വേവിക്കുന്നതിന് ആവശ്യമായിട്ടാണ് ഈ 2-ാം പാലും 3-ാം പാലും കൂടി ചേർത്ത് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കടുക്, ഉപ്പ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ, 1.5 ടീസ്പൂൺ എടുത്തു. ഒരു 3 പച്ചമുളക്, നമ്മൾ വേറെ ഏരിയ ഒന്നും ചേരാത്തതുകൊണ്ട് 3 വലിയ പച്ചമുളക് ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പില, ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ മല്ലിപ്പൊടി, മസാല, കുരുമുളക് പൊടി ഇത് 3 കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ച് ഒന്ന് പേസ്റ്റ് ആക്കാം. നമുക്ക് ഈ കറിക്ക് പ്രധാനമായിട്ട് മല്ലിപ്പൊടിയുടെ ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒന്ന് തരിതരിയായി ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ച് നമ്മൾ ആ മല്ലി മസാലയും കുരുമുളക് പൊടി കൂടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ശകലം വെള്ളം അധികം ആകരുത്, കാരണം പിന്നീട് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്, വെള്ളം അധികം ചേർക്കാറ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് കടുക് ഇട്ട് ആദ്യം. ഇനി നമ്മൾ തീ അല്പം കുറച്ച് വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് അതിലേക്ക് ഇടുക. അത് അധികം മൂക്കണ്ട, ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള, സവാളയുടെ കൂടെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉപ്പ്, ഇതാദ്യം ഇട്ടൊന്ന് അതിനുശേഷം ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടെ അതിനകത്ത് ഇടും. എല്ലാം അല്പം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഒന്ന് തീപ്പരുവായതിനു ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ആദ്യം ഒന്ന് ഇളക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മല്ലി അരച്ച് പേസ്റ്റാക്കി വെച്ചത് അതുകൂടി ഇതിനകത്ത് ചേർക്കാം. ഇപ്പോൾ സമയം ഇത് ഉള്ളിയും ഈ മസാലയെല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടി ഒരല്പം നേരം നോക്കുന്നു. ഇളക്കി വെക്കും. 2 മിനിറ്റ്. നമ്മുടെ മല്ലി മിക്സ് ചെയ്തതും ഉരുളക്കിഴങ്ങും ഉള്ളിയെല്ലാം കൂടെ ഏകദേശം വെന്തിട്ടെന്ന് പറഞ്ഞാൽ മിക്സായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബാക്കി ആ മിക്സിയെല്ലാം ഒഴിക്കുന്ന ശകലം വെള്ളം കൊണ്ട് അതുകൂടെ നമുക്ക് ഒഴിച്ച് ഒന്ന് വൈകിട്ടാക്കി ഈ 2-3 പാല് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. 2-3 പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കിടന്നാണ് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേവേണ്ടത്. കാരണം വെറും പച്ചവെള്ളം ഒഴിച്ച് വേവിക്കുന്നതിന് നല്ലത് തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വേവുമ്പോൾ ഉരുളക്കിഴങ്ങിന് ഒരു പ്രത്യേക രുചിയായിരിക്കും. ഇതിനകത്ത് കിടന്ന് വേവട്ടത് ഒരു 10 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ 10 മിനിറ്റ് അടച്ച് ചെറിയ രീതിയിൽ അടച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് അടപ്പെടുത്ത് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തെങ്കിൽ കറി ലേശമായി, കറിക്ക് നല്ല കൊഴുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വെന്തോ നോക്കാം. ആ ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചേരുവകൾ ഒഴിക്കാം. അടുത്ത് നമുക്ക് ഈ മുട്ട അതിലേക്ക് പതുക്കെ നമുക്ക് അധികം മുട്ട ഇട്ട് കഴിഞ്ഞാൽ അധികം ഇളക്കരുത്. പിന്നെ മഞ്ഞക്കരും എല്ലാം കൂടെ അതിനകത്തിലങ്ങ് മിക്സായിപ്പോൾ. എന്നിട്ട് നമുക്ക് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ 1/4 പാല് തയ്യാറാക്കി വെച്ചിരുന്ന 1/4 പാല്
ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങ് വാങ്ങിയാൽ മതി. കാരണം ഒന്നാം പാൽ ഒഴിച്ച് അധികം തിളയ്ക്കരുത്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം.